ഇതാണ്. ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കേണ്ട സ്ഥലത്ത് അപ്പിയർ ചെയ്തെന്ന് പറയാൻ പറ്റില്ല. നേരത്തെ ഒരു ഷെഡിൽ ഇരുന്ന രാമൻ ഇപ്പം അമ്പലത്തിൽ വസിക്കാൻ തുടങ്ങി. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈ വർഷത്തെ രാമനവമി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഹരേ കൃഷ്ണ. തുടങ്ങാൻ എന്തായാലും. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മാഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും ശ്രീവൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാം താം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौर भक्त वृंद. हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? എനിക്ക് ചെറിയൊരു മൂക്കടപ്പുണ്ട്. സൗണ്ട് കിട്ടുന്നില്ലെങ്കിൽ പറയണം. മുഖം കാണാൻ പറ്റുന്നില്ലെന്നുള്ളൂ. കാണാതിരിക്കുന്നതാണ് നല്ലത് ഇന്നത്തെ. ഹരേ കൃഷ്ണ. കേൾക്കുന്നതാണല്ല. ഹരേ കൃഷ്ണ. എന്തു പറ്റി? ഓ, ക്യാമറ വർക്ക് ചെയ്യുന്നില്ല, അതാണ്. ഓക്കെ, സോറി ബ്രോ, ക്യാമറ വർക്ക് ചെയ്യാത്തതാണ്. ഹരേ കൃഷ്ണ. അപ്പൊ ഞാൻ ഇന്ന് രാമനവമി കാരണം രാമനവമിയുടെ സ്പെഷ്യാലിറ്റിയെ കുറിച്ച് പറയാനും അതേപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചൈതന്യ മഹാപ്രഭുവിന്റെ സനാതന ഗോസ്വാമിയുടെ ശിക്ഷയുടെ കുറിച്ചും കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ട് രാമനവമിയിലോട്ട് കയറാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ തുടങ്ങുന്നത് തന്നെ ഒരു ക്വസ്റ്റ്യനിൽ തുടങ്ങാം. ശ്രീരാമനുണ്ടല്ലോ, ശ്രീരാമൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ആൻസർ അറിയായിരിക്കും. ശ്രീരാമൻ ഏത് യുഗത്തിലാണ് വന്നത്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ത്രേതായുഗത്തിൽ. ഹരേ കൃഷ്ണ. ഏത് ത്രേതായുഗത്തിലാണ് വന്നത്? ഈ ത്രേതായുഗത്തിലാണോ വന്നത്, അതിന് മുമ്പുള്ള ത്രേതായുഗത്തിലാണോ വന്നത്? നേരത്തെയുള്ള ത്രേതായുഗത്തിൽ. അപ്പൊ നേരത്തെയുള്ള ത്രേതായുഗത്തിൽ വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇപ്പൊ തുളസിദാസ രാമായണവും ഇതെല്ലാം ഇപ്പൊ നിൽക്കുന്നത്? ഇപ്പോഴും നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ത്രേതായുഗത്തിന് മുമ്പ് സത്യയുഗം ഉണ്ടായിരുന്നു. സത്യയുഗത്തിൽ അപ്പൊ രാമനെ കുറിച്ച് രാമായണം ഇല്ല, ഭൂമിയിലില്ല. അപ്പം കഴിഞ്ഞ ത്രേതായുഗത്തിൽ വന്നതാണെങ്കിൽ പിന്നെ ഇപ്പം പിന്നെ എങ്ങനെ വരുന്നു? അതൊന്ന് ലിങ്ക് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ വേറൊരു രീതി ഞാൻ ചോദിക്കാം. ഒരു ദിവസം, ബ്രഹ്മാവിന്റെ ഒരു ദിവസം, അതിനെ കൽപ്പം എന്ന് പറയും. ഒരു കൽപ്പത്തില് രാമൻ എത്ര പ്രാവശ്യം വരും? പ്രഭു 14 പ്രാവശ്യമാണ് പ്രഭു. ഓക്കെ, ഒരു കൽപ്പത്തില് 14 എന്താണുള്ളത്? അതെ, 14 മനുക്കൾ. അതാണ് ചോദിച്ചത്. 14 പ്രാവശ്യം മന്വന്തരങ്ങളാണുള്ളത്. ഓക്കെ, അപ്പം ഒരു മന്വന്തരത്തിൽ എത്ര ചതുർയുഗങ്ങളുണ്ട്? 1000 ഭാഗം 14 ആക്കണം. 1000 ഭാഗം 14, അത് ഒരു 72 അടുപ്പിച്ച് വരും. 72 മനുക്കൾ വരുന്നത് ശരിയാണ്. അല്ല, 72, 75 അത് ചതുർയുഗങ്ങൾ വരും. അതാണ് 14 മന്വന്തരങ്ങളായിട്ട് മാറും. അത് ഇപ്പൊ എന്റെ ക്വസ്റ്റ്യൻ നമുക്ക്, കാരണം നമ്മള് ഭക്തന്മാരെന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഭഗവാൻ എപ്പം വരുന്നുണ്ടെന്ന് അറിയാതെ
നമ്മൾ ഭക്തനാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എപ്പോഴൊക്കെയാണ് രാമൻ വരുന്നത് എന്നുള്ളതാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പം ഒരു ദിവസം 1000 ചതുർയുഗങ്ങളുണ്ട്. 1000 ചതുർയുഗങ്ങളുണ്ടെങ്കിൽ 1000 ത്രേതായുഗങ്ങളുണ്ട് ഒരു ദിവസം, ബ്രഹ്മാവിന്റെ ഒരു ദിവസം. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഈ 1000 ചതുർയുഗങ്ങളിലും അല്ലെങ്കിൽ 1000 ത്രേതായുഗത്തിലും ശ്രീരാമൻ വരുന്നുണ്ടോ? അതോ ഈ കൽപ്പത്തിലാണോ വന്നത്, അതോ അതിന് മുമ്പുള്ള കൽപ്പത്തിലാണോ വന്നത്? ഓക്കെ, അതിന് ഉത്തരവുണ്ടോ? വേറൊരു ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആ, ഇപ്പൊ ചൈതന്യ മഹാപ്രഭു വരുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാപരയുഗത്തിൽ വരുന്നതിന്റെ ആ യുഗത്തിലാണ് ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നത് കേട്ടിട്ടുണ്ട് correct. അല്ലെ? അപ്പൊ അതേപോലെ ശ്രീരാമചന്ദ്രമൂർത്തി അപ്പം എങ്ങനെ വരും എന്നുള്ള കാര്യത്തിന് ഇതുവരെ അങ്ങനെ ഒരു അറിവ് ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഇത് എനിക്കറിയാം. ദ്വാപരയുഗത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴാണ് അവതാരം എടുക്കുന്നത്, ആ യുഗത്തിൽ തന്നെ, കലിയുഗത്തിൽ തന്നെ ചൈതന്യ മഹാപ്രഭു വരും എന്നുള്ള കാര്യം ഇതിനുള്ള ഐഡിയ അല്ല. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? ഓക്കെ ഓക്കെ, ഇതിനെ കുറിച്ച് രണ്ട് തരത്തിലുള്ള അഭിപ്രായം നമ്മുടെ ആചാര്യന്മാരുമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ, ഒരു അഭിപ്രായം പറയുന്നത് എല്ലാ ത്രേതായുഗത്തിലും ശ്രീരാമൻ വന്ന് തന്റെ റോള് അഭിനയിക്കുന്നുണ്ടെന്ന്. ഓരോ പ്രാവശ്യവും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് റോളിൽ. ഉദാഹരണത്തിന് രാമായണത്തിൽ തന്നെ ഉത്തരകാണ്ഡത്തില് ഒരു സെക്ഷൻ വരുന്നുണ്ട്. അതായത് ശ്രീരാമൻ തന്റെ ലീല അവസാനിപ്പിക്കുന്ന സമയത്ത്, അവസാനിപ്പിക്കാറായിന്ന് നമ്മുടെ ഋഷിമാര് വന്ന് പറയുമ്പോൾ, അതായത് തുടക്കത്തിൽ ശ്രീരാമൻ വന്നത് തന്നെ ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ടാണ്, രാവണന്റെ അത്യാചാരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ആ രാവണന്റെ ഉദാഹരണം കഴിഞ്ഞപ്പോ പിന്നെ ഇനി ശ്രീരാമന്റെ ഉദ്ദേശം കഴിഞ്ഞു, അങ്ങേക്ക് ധാമത്തിലോട്ട് പോകാം എന്ന് പറയുന്നത് വരും. കാരണം ഒരാൾ നമ്മളെ വീട്ടിലോട്ട് വിളിച്ചിട്ട് ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചു, പക്ഷെ അതിന്റെ ഒരു ഉത്തമ റിപ്ലൈ എന്ന് പറയുന്നത് അയാൾ പറയുന്നത് വരെ അവിടെ വീട്ടിൽ നിൽക്കാം. അതേപോലെ ഭഗവാനാണെങ്കിലും, ഭഗവാൻ റൂൾസിൽ ഒന്നും ബൗണ്ട് അല്ലെങ്കിലും ഈ ഭൗതിക ലോകത്തുള്ള റൂൾസിന് ഭഗവാനും വിധേയനാക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുമാരന്മാരും മറ്റുള്ള സപ്തർഷികളും വന്നിട്ട് ഭഗവാന്റെ അടുത്ത് ധാമത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. എന്നാലോചിക്കുക, ഇവര് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് വന്നത്, ഇവര് തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നു ഭഗവാന്റെ അടുത്ത് പോകാൻ. അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രീരാമൻ അറിയാം ഏറ്റവും വലിയ പ്രശ്നം വരാൻ പോണത് ഹനുമാനാണ്. ഹനുമാൻ ഉള്ളിടത്തോളം കാലം എനിക്ക് ഇവിടെ അയോധ്യ ധാമം വിട്ടിട്ട് നിത്യ അയോധ്യയിലോട്ട് പോകുന്നത് ഹനുമാന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ, കാരണം നേരത്തെ തന്നെ വരം വാങ്ങിച്ചിട്ടുണ്ട്, ശ്രീരാമന്റെ നാമം ജപിച്ച് ഇവിടെ ഇരിക്കണം എന്നുള്ള വരം ഹനുമാന്റെ കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ശ്രീരാമൻ എന്ത് ചെയ്യും, ഒരു മോതിരം, ശ്രീരാമന് എന്റെ മോതിരം കയ്യിൽ നിന്ന് വീഴുന്നതായിട്ട് അഭിനയിക്കുകയും ആ ടെറസിൽ, എന്താ പറയണ, ആ സിംഹാസനത്തിന്റെ അടുത്തുള്ള ഒരു ക്രാക്കിലോട്ട് മോതിരം വീഴുന്നതായിട്ട് ശ്രീരാമൻ ഒരു ലീല കളിക്കും. അപ്പം ശ്രീരാമന്റെ മോതിരം പോയി എന്ന് പറഞ്ഞാൽ, അയ്യോ എന്റെ മോതിരം പോയല്ലോ, സീതാദേവി തന്ന മോതിരമാണ് അത്, ഇനിയിപ്പൊ ഞാൻ ഇങ്ങനെ എടുക്കും. ശ്രീരാമൻ നോക്കുന്നുണ്ട്, കൈയിട്ട് നോക്കുന്നുണ്ട്, പറ്റുന്നില്ല. അത് ആ ബുദ്ധിമുട്ട് കണ്ടപ്പോ ഹനുമാൻ പറഞ്ഞു, ഞാൻ പോകാം, ഞാന് അഷ്ടസിദ്ധിയുടെയും ഇതാണല്ലോ, അത് എനിക്ക് ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ അഷ്ടസിദ്ധി തന്നേക്കുന്നത്, അതുകൊണ്ട് ഞാനൊരു ചെറിയതായിട്ട് ആ ഗ്യാപ്പിനകത്തോട്ട് കയറി. ഗ്യാപ്പിനകത്തോട്ട് പോയി ഹനുമാൻ പോയിട്ടും ആ ടണല് തീരുന്നില്ല. ഒടുവില് അവസാനം എത്തി എവിടെ, ബലി മഹാരാജന്റെ അവിടുത്തെ സുതലത്തിൽ. ബലി മഹാരാജന്റെ അവിടെ എത്തിയപ്പം ബലി മഹാരാജന്റെ അടുത്ത് നോക്കിയപ്പോ ഒരു ടണലിൽ നിന്ന് പുള്ളിക്കാരൻ വന്നു, ഹനുമാൻ വന്നു, ബലി മഹാരാജനെ കണ്ടു, നമിച്ചു. അപ്പൊ ഉടനെ ബലി മഹാരാജന്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ ഒരു മോതിരം വന്നോ? അപ്പൊ ബലി മഹാരാജ് പറഞ്ഞു, ഇത് നിങ്ങളുടെ ത്രേതായുഗമാണല്ലേ, ത്രേതായുഗം അവസാനിച്ചു ശ്രീരാമൻ പോവുകയാണല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഹനുമാൻ ഞെട്ടി തിരിച്ചു പോയി. ഹനുമാൻ, ശ്രീരാമൻ പോകുന്നു? എവിടെ പോകുന്നു? അല്ല, എല്ലാ ത്രേതായുഗത്തിലും ഒരു മോതിരം ഇവിടെ കൂടെ വീഴും.
മോതിരം വീഴുന്നുണ്ട്. അതിന്റെ ഒരു കൂമ്പാരം കാണിക്കും. ഒരു കൂമ്പാരം, ഒരു കണക്കിന് മോതിരങ്ങളുണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് ആ മോതിരത്തിന്റെ പുറകിൽ ഒരു കുരങ്ങനും വരും. കുരങ്ങനും വന്നിട്ട് ഇവിടെ മോതിരം എവിടെയെന്ന് അന്വേഷിക്കും. കുരങ്ങന്റെ പേര് ഹനുമാനാണ്. അങ്ങ് ഹനുമാനല്ലേ എന്ന് ചോദിക്കും. അപ്പോഴാണ് ഹനുമാൻ മനസ്സിലാകുന്നത്, അയ്യോ. എന്നിട്ട് ആ ഹനുമാൻ ഇത് കേട്ടിട്ട് പിന്നെ തിരിച്ചു പോകും, പിന്നെ കാണത്തുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതേപോലെ തന്നെ ഹനുമാൻ, അയ്യോ ശ്രീരാമൻ പോവുകയാണോ എന്ന് പറഞ്ഞിട്ട് ആ മോതിരം അവിടെ ഇട്ടിട്ട് തിരിച്ചു കയറി വരും. തിരിച്ചു കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ അയോധ്യയിൽ ആരുമില്ല. പല യുഗങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണ്. ഇത് രാമായണത്തിൽ പറയുന്ന കാര്യമാണ്, ഉത്തരാഖണ്ഡത്തിൽ. അപ്പൊ ഇത് തന്നെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്, ശ്രീരാമൻ പല ത്രേതായുഗങ്ങളിലും വരുന്നുണ്ട്, പല അവതാരങ്ങൾ എടുക്കുന്നുണ്ട്, ഓരോ പ്രാവശ്യം ഓരോ ലീലയും കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതെന്തിനാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമുക്ക് പിന്നെയും പിന്നെയും വീണ്ടും വീണ്ടും എങ്ങനെയാണ് ഒരു ഭക്തനായിട്ട് ജീവിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഒരു ഉത്തമ പുരുഷനായിട്ട് ജീവിക്കേണ്ടതെന്നും കാണിക്കാൻ വേണ്ടിയിട്ട്, മര്യാദ പുരുഷോത്തമനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ലീലയാണ് കാണിച്ചത്. അപ്പൊ ഇവിടെ ഞാൻ മെയിൻ പറയാൻ വന്ന ഉദ്ദേശിച്ച പോയിന്റ് എന്ന് പറയുന്നത്, ശ്രീരാമൻ പലവര് വരുന്നുണ്ട്. അത് ആചാര്യന്മാര് അതില് ചിലര് പറയുന്നുണ്ട്, ഒരു വർഷത്തിൽ ബ്രഹ്മാവിന്റെ ഒരു ദിവസം ഒരു കൽപ്പത്തിലേ വരുന്നുള്ളൂ, കൽപ്പത്തിൽ ഒരു പ്രാവശ്യമേ വരുന്നുള്ളൂ എന്ന് പറയും. എല്ലാ ത്രേതായുഗത്തിലും വരുന്നും പറയും. അപ്പൊ അങ്ങനെ ഓരോ നിഗമങ്ങളാണ് ഓരോരുത്തർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ രാമായണത്തിലെ അനുസരിച്ച് ഇത് പലവര് വന്നിട്ടുണ്ട്. ഹനുമാനും പല പ്രാവശ്യം ഇതേ അനുഭവം തന്നെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് കൃഷ്ണന്റെ മായ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കലിയുഗത്തില് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എന്തോ, ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കലിയുഗമാണ് കലിയുഗം, ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന കലിയുഗത്തില് ഇങ്ങനെയൊക്കെ ഇൻവെൻഷൻ ഉണ്ടായിരുന്നോ, അതൊക്കെ വിശ്വസിക്കാൻ തന്നെ പ്രയാസം. പക്ഷെ ഇതാണ് മായയുടെ പ്രവൃത്തി എന്ന് പറയുന്നത്. നമ്മള് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു, പ്രോഗ്രസ് ചെയ്യുന്നു, എക്കണോമിക്കലി പ്രോഗ്രസ് ചെയ്യുന്നു. കൃഷ്ണന്റെയും രാമന്റെയും ഒന്നും ആവശ്യമില്ല, നമ്മൾ തന്നെയാണ് മിടുക്കൻ, കർമ്മമാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ മുഴുകി ഭഗവാനെ മറന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭൗതിക ലോകത്ത് വന്നത്. അതിനു വേണ്ടിയിട്ടുള്ള വഴി എല്ലാം കാണിച്ചു തരുന്ന മായയാണ്. ഈ മായാദേവി എന്തും പോസിബിൾ ആക്കി കൊടുക്കും. കൃഷ്ണൻ വിചാരിച്ചിരിക്കുന്ന അനുസരിച്ച് എല്ലാം നടത്തും. അപ്പൊ അതിനെ നമ്മൾ കൗണ്ടർ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ കൃഷ്ണനും ഒരു യുഗത്തിൽ കൽപ്പത്തിൽ ഒരു പ്രാവശ്യം വരുന്നുള്ളൂ. അതേപോലെ രാമനും ഒരു കൽപ്പത്തിൽ ഒരു പ്രാവശ്യം വരുന്നുള്ളൂ എന്ന് ഒരു ആചാര്യം പറയുമ്പം മറ്റുള്ള ആചാര്യന്മാർ പറയുന്നു പലവര് വന്നിട്ടുണ്ട് രാമൻ എന്ന് പറയും. എത്ര പ്രാവശ്യം വന്നാലും നമ്മൾ നന്നാവൂല എന്ന് പറഞ്ഞുകൊണ്ട്, തലണ്ട മാവ നന്നാവൂല എന്ന കൂട്ടത്തിൽ നമ്മളും അടിയുറച്ച് ഇവിടെ ഭൂമിയിലും അല്ലെങ്കിൽ നരകത്തിൽ അല്ലെങ്കിൽ സ്വർഗത്ത് തന്നെ ഇരിക്കൂ എന്ന് പറഞ്ഞ് കുറച്ച് ജീവാത്മാക്കളായിട്ട് നമ്മളും ഇരിപ്പുണ്ട്. പലവരും ഈ ജീവാത്മാക്കളെ, നമ്മളെ പോലുള്ള ജീവാത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ വരുന്നുണ്ട്, ലീലയാടുന്നുണ്ട്. പക്ഷെ എന്നാലും ചൈതന്യ മഹാപ്രഭു, സനാതന ഗോസ്വാമി പറഞ്ഞ പോലെ ഒരു ജീവാത്മാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു അംശമാണ്. ഈ ഒരു ജീവാത്മാവിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ പരഗതിക്കുള്ള വഴി എന്ന് പറയുന്നത് പുണ്യാത്മാക്കളുമായിട്ട് ഇടപഴകുകയും, അവര് പുണ്യാത്മാക്കള് വോളണ്ടറിലി, അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, വോളണ്ടറിലി സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങള് പറഞ്ഞു കൊടുത്ത് ആ ജീവാത്മാവിന് കൃഷ്ണ കോൺഷ്യസ്നസ് പ്രോഗ്രസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു ആത്മീയതയിൽ ജീവിക്കുന്ന ഒരാളെ കണ്ടുമുട്ടാൻ ആ ജീവാത്മാവിന് പുണ്യം ചെയ്യണം. അങ്ങനെ പുണ്യം ചെയ്യുന്ന ജീവാത്മാവിന് മാത്രമേ വളരെ വിരളമായിട്ട് കിട്ടുന്ന ഒരു അവസരമാണ്. ആ അവസരം കിട്ടുമ്പോൾ ആ ജീവാത്മാവ് രണ്ട് കൈയും സ്വീകരിച്ച് അതിനെ പുണരുകയാണെങ്കിൽ ഈ ജന്മമൃത്യു ജരാവ്യാധിയിൽ നിന്നും ഈ മായയിൽ നിന്നും ഈ ജീവാത്മാവിനെ രക്ഷപ്പെടാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇതാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു കൊടുക്കുന്നത്. ഇതിനുശേഷം കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, എന്റെ മായ ദുർഘടമാണ്, അതിനെ ഓവർകം ചെയ്തു പോകാൻ വേണ്ടിയിട്ട്. എന്നാൽ എൻ്റെ അടുത്ത് ആരൊക്കെ സറണ്ടർ ചെയ്യുന്നുണ്ടോ, സറണ്ടർ ചെയ്യുന്നതിനും ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് കാണാൻ പറ്റുന്നത്
രാമായണത്തിൽ തന്നെയാണ്. അപ്പൊ ആരൊക്കെയാണോ എന്റെ അടുത്ത് സറണ്ടർ ചെയ്യുന്നത്, അവരുടെ അടുത്ത് ഭഗവാന്റെ മായ ഒന്നും തന്നെ പ്രവർത്തിക്കില്ല. രാമായണത്തിനെ പറയുന്നത് തന്നെ ഗതിയുടെ വേദം എന്നാണ്. അതായത് വേദങ്ങള് ആക്ച്വലി ഭഗവാൻ രാമനായിട്ട് ഇവിടെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ദേവന്മാരെല്ലാം ക്ഷീരസാഗരത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശ്രീരാമനായിട്ട് ഞാൻ അവതരിക്കുന്നു പറഞ്ഞു. അപ്പം ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് വേറെ ആർക്കുമല്ല, വേദങ്ങൾക്കാണ്. കാരണം വേദങ്ങള് ഭഗവാന്റെ സന്നിധിയിൽ പോയിരുന്ന് ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന വേദങ്ങൾ ഭഗവാൻ അവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞപ്പോ വേദങ്ങൾക്കും വിഷമമായി. അപ്പോഴാണ് ക്ഷീരദശായി വിഷ്ണു പറയണത്, നിങ്ങൾ വിഷമിക്കേണ്ട, വേദങ്ങളെ നിങ്ങൾ രാമായണമായിട്ട് ശരണാഗതി വേദമായിട്ട് വരിക എന്ന് പറഞ്ഞു. അങ്ങനെ അവതരിച്ച ഒരു പുണ്യമായിട്ടുള്ള ഗ്രന്ഥമാണ് ശ്രീ രാമായണം എന്ന് പറയുന്നത്. അതിന്റെ എഴുതുന്ന സമയത്ത് വാൽമീകിക്ക് ബ്രഹ്മദേവൻ കൊടുത്തേക്കുന്ന വരമനുസരിച്ച് തന്നെ എത്ര നാള് ഈ ഭൂമിയില് പർവ്വതങ്ങളും ആകാശവും വെള്ളവും നിലനിൽക്കുന്നുണ്ടോ, ഭൂമി നിലനിൽക്കുന്നുണ്ടോ, അത്രയും നാളും രാമായണം നിലനിൽക്കുന്നതാണ്. എന്നാണോ ഇതെല്ലാം ഇല്ലാതായിത്തീരുന്നത്, അതുവരെ രാമായണവും നിലനിൽക്കും. അങ്ങനെ ശാശ്വതമായിട്ടുള്ള ഒരു ഗ്രന്ഥം ഒരു കലയുഗം, ഒരു ത്രേതായുഗം കഴിഞ്ഞിട്ട് അടുത്ത ത്രേതായുഗത്തിലോട്ട് എങ്ങനെ പാസ് ചെയ്യുന്നു ചോദിച്ചാൽ അതും ഭഗവാന്റെ മായയാണ്. ഭഗവാന്റെ മായ നമ്മൾ ലോജിക്ക് അതിൽ കടത്താൻ നോക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ എങ്ങനെ ലോജിക്കലി ഇത് നടക്കും, ഇതൊക്കെ നമ്മുടെ ഒരു ജോലിയേ അല്ല, അത് ഭഗവാന്റെ മായ ചെയ്യുന്നു. നമ്മൾ ലോജിക്കലി ചിന്തിക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനേ ഉള്ളൂ. ജരാസന്ധൻ മധുരയിലെ അറ്റാക്ക് ചെയ്യുമ്പോൾ പലവരും അറ്റാക്ക് ചെയ്ത് തോപ്പിച്ചിട്ടും വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജരാസന്ധന്റെ ആ യുദ്ധത്തിൽ നിന്നും അതിൽ നിന്നും രക്ഷപ്പെട്ട് എക്കണോമിക്കലി പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ മധുരയിൽ നിന്നും ദ്വാരകാപുരി ഉണ്ടാക്കി. അവിടെ മധുരയിൽ ഉണ്ടായിരുന്ന എല്ലാ വാസികളെയും ഈ രായ്ക്ക് രാമായണം ദ്വാരകാപുരി വാസികളായി മാറ്റി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം വരെ ചപ്പാത്തിയും പൂരിയും വേൽപൂരി കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാര്, അല്ലെങ്കിൽ ഗോൾഗപ്പ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാര് പെട്ടെന്ന് അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് എന്താ പറയാ ഹാൻഡ്വ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാൻ തുടങ്ങി. വേൽപൂരി ഇതൊക്കെ കഴിക്കുന്നത്. ഗുജറാത്തിയുടെ ഡിഷസ് കംപ്ലീറ്റ്ലി വ്യത്യാസം, യുപിയുടെ ഡിഷസ് കംപ്ലീറ്റ്ലി വ്യത്യാസം. ഇതെങ്ങനെ സാധിച്ചു എന്ന് നമ്മൾ അന്വേഷിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. ഇത് മായയുടെ കഴിവാണ്. ആ മായയെ ഭഗവാന്റെ അടിയുറച്ച് വിശ്വസിച്ച് ശരണാഗതി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ മായ ഒരിക്കലും അഫക്റ്റ് ആവില്ല. അതും ശരണാഗതിയിലെ ഏറ്റവും ഉദാത്ത ഉദാഹരണം നിൽക്കുന്നത് വിഭീഷണനാണ്. വിഭീഷണന്റെ ശരണാഗതി എന്ന് പറയുന്നത് ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് ആചാര്യന്മാർ പറയാൻ കാരണം, തന്റെ സ്വന്തം വീട്ടിൽ നിന്നും നമ്മുടെ സാധാരണ പറയും നമ്മുടെ നാട്ടിലെ നടപ്പാണ്. ഇസ്കോണിൽ പ്രത്യേകിച്ച് പ്രീച്ച് ചെയ്ത് വരുമ്പോൾ ആൾക്കാരുടെ അടുത്ത് ഫസ്റ്റ് പറയുന്നതാണ് ഞങ്ങൾ, പക്ഷെ എന്നാലും പ്രഭുജി ഇത്രയും നാളും നമ്മൾ ജപിച്ചുകൊണ്ടിരുന്ന മന്ത്രം, അല്ലെങ്കിൽ ഇത്രയും നാളും നമ്മൾ പൂജിച്ചുകൊണ്ടിരുന്ന ഉപദേവത അവര് ദേഷ്യപ്പെടുത്തില്ലേ? അവര് ദേഷ്യപ്പെട്ട കഴിഞ്ഞാൽ നമുക്ക് അവര് കോപപ്പെട്ടാൽ നമുക്ക് പ്രശ്നമാവില്ലേ? ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസ് വരും. കൃഷ്ണന്റെ അടുത്ത് സറണ്ടർ ചെയ്യാൻ പറയുമ്പോഴാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഒരു അസുര ജാതിയിൽ ജനിച്ചിട്ടും വിഭീഷണൻ തന്റെ ചേട്ടന്മാരെല്ലാം എതിർത്തിട്ട് വിഭീഷണൻ രാമനെ സറണ്ടർ ചെയ്തു. അതും വിഭീഷണൻ വന്ന് പറയുന്നത്, ശ്രീരാമന്റെ അടുത്ത് പറയണത്, അല്ലയോ ശ്രീരാമ, എത്രയും പെട്ടെന്ന് എന്നെ സ്വീകരിക്കണേ ശരണാഗതിയിൽ. കാരണം എന്റെ മനസ്സ് എന്റെ കയ്യിലല്ല ഇരിക്കുന്നത്. ഇന്നിപ്പൊ ഞാൻ അങ്ങേയടുത്ത് ശരണാഗതിയിലാവണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്റെ മനസ്സിനെ എനിക്കറിയാം, എന്റെ മനസ്സ് ചഞ്ചലമാണ്. എപ്പം വേണമെങ്കിലും ശരണാഗതി മാറി ഞാനാണ് ഭഗവാൻ, ഞാനാണ് മാസ്റ്റർ, എനിക്ക് എന്നെ കൊണ്ട് രക്ഷിക്കാൻ പറ്റും എന്നുള്ള സ്വാർത്ഥ ചിന്ത വരും. അതിനു മുമ്പ് എന്നെ ശരണാഗതി ചെയ്യണേ എന്നുള്ള, അതിനാണ്
അതിന് മറുപടിയായിട്ടാണ് ശ്രീരാമൻ പറയുന്നത്, സകൃദേവ പ്രപന്നോയ തവസ്മിൻ നിതീച യാചതേ അഭയം സർവദാ തസ്മൈ ദദാമി ഏതദ് വ്രതം മമ. ഏതൊരു വ്യക്തൻ ഇന്നു തൊട്ടിൽ പറയുന്നു ഞാൻ അങ്ങയുടെയാണ്, അങ്ങനെ പറയുന്ന നിമിഷം തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷനിലുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാനാണ് എടുക്കുന്നത്, ഇതെന്റെ വ്രതമാണെന്നാണ് ശ്രീരാമൻ പറയുന്നത്. അത് ആരെയായാലും അങ്ങനെയുള്ള ഭഗവാനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്ന പുണ്യാത്മാക്കളുടെ അടുത്ത് നമുക്ക് കുറച്ചെങ്കിലും ഒരു ഉപകാര സ്മരണമാണ്. ഇപ്പം നമ്മൾ വായിക്കുന്നത് പ്രഭുപാദർ എഴുതിയ പുസ്തകം, എത്രമാത്രം ഉറക്കം പുള്ളിക്കാരൻ ത്യജിച്ചിട്ടാണ് ഇത് എഴുതിയെന്നറിയോ? രാത്രിയിൽ 2-3 മണിക്കൂർ ഉറങ്ങി ബാക്കിയെല്ലാം കൃഷ്ണസേവന ചെയ്യുന്നതിനിടയിൽ രാത്രിയിൽ സമയം കണ്ടുപിടിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പുസ്തകങ്ങളാണ്. അപ്പൊ എത്രത്തോളം നമ്മള് പ്രഭുപാദറിന്റെ അടുത്ത് കടപ്പെട്ടിരിക്കുന്നു, അതിന്റെ കൃതജ്ഞത നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് പ്രഭുപാദറിന്റെ പുസ്തകം വായിച്ചാണ്, വേറെ ഒന്നുമല്ല. നമ്മൾ 5 പൈസ ആർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. വീട്ടിലിരുന്ന് നമ്മുടെ ലക്ഷറി സമയത്ത് ഒരു ഓപ്പൺ ചെയ്ത് പ്രഭുപാദറിന്റെ ഒരു പർപ്പട്ട്, 2 പർപ്പട്ട്, 3 പർപ്പട്ട് വായിച്ചു കഴിഞ്ഞാൽ അതുവഴി നമുക്ക് പ്രഭുപാദറിന്റെ അടുത്തുള്ള കടം തീർക്കാൻ പറ്റും. വേദങ്ങളിലെല്ലാം പറയുന്നുണ്ട്, അജ്ഞനായിട്ടിരിക്കുന്ന മൂഢനായിട്ടിരിക്കുന്ന ജീവാത്മാവിന് ഒരു ഗുരുവിനെ കിട്ടുന്നത് പരമ സൗഭാഗ്യം കൊണ്ടാണ്. ആ ജീവിയുടെ പരമ സൗഭാഗ്യം കൊണ്ടാണ് ഒരു ഗുരുവിനെ കിട്ടുന്നത്. ആ ഗുരുവിനാൽ നടുന്ന ഭക്തിലത എന്ന ബീജം ഹൃദയത്തിൽ നിന്ന് വളർന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാലില് ഗോലോകത്ത് എത്തുന്നു. അതിന് ശ്രവണം, കീർത്തനം, സ്മരണം ഇതെല്ലാം അതിനുള്ള വെള്ളവും വളവുമാണ്. അങ്ങനെ വളരെ സൂക്ഷിച്ചു കൊണ്ടുപോകേണ്ട, ഇത് രൂപഗോസ്വാമിയുടെ ഇൻസ്ട്രക്ഷനിൽ ചൈതന്യ മഹാപ്രഭു പറയുന്ന എക്സാമ്പിളാണ്. നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് പോവുകയാണ്. ഒരു വേലി കെട്ടി എങ്ങനെയാണോ ഒരു ഗാർഡനർ എങ്ങനെയാണോ വള്ളിയെ സംരക്ഷിക്കുന്നത്, അതേപോലെ സംരക്ഷിച്ച് മറ്റുള്ള വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും കളകളെ പറിച്ചു കളയുകയും ചെയ്ത് അങ്ങനെ വളർത്തി വരികയാണെങ്കിൽ ഈ വള്ളി ശ്രീകൃഷ്ണന്റെ പാതാരബന്ധത്തിൽ അഭയം പ്രാപിക്കുകയും ആ വള്ളി വഴി ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഈ മന്ത്രം വഴി, ഈ മന്ത്രത്തിന്റെ ഉപാസനയാൽ, ഈ മന്ത്രത്തിന്റെ ജപത്താൽ അവിടെ ഗോലോകത്തെത്താൻ പറ്റുകയും ചെയ്യും. എന്നാൽ ചൈതന്യ മഹാപ്രഭു ഒരു വാർണിംഗ് തരുന്നുണ്ട്, ഏതെങ്കിലും ഒരു വൈഷ്ണവനെ നമ്മൾ നിന്ദിക്കുകയോ അപരാധം ചെയ്യുകയാണെങ്കിൽ ഒരു കാട്ടാന വന്ന് ആ വള്ളി പറിച്ച് എടുത്ത് കളയുന്നതിന് തുല്യമാണ്. ആ വള്ളി റൂട്ടോടെ പറിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ കാട്ടാനയാകുന്ന അല്ലെ മതയാനയാകുന്ന വൈഷ്ണവ അപരാധത്തിൽ നിന്ന് നമ്മൾ എപ്പോഴും സേഫ് ഗാർഡ് ചെയ്ത് നിലനിൽക്കണം. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇതേ ഉള്ളൂ. കാരണം പൂന്താനം പറഞ്ഞ പോലെ നമ്മൾ ജനിച്ചു കഴിഞ്ഞു, അച്ഛനും അമ്മയും ഉണ്ട് ആഹാരം തരാനും ഉടുക്കാനുള്ള തുണി തരാനും എല്ലാം. അച്ഛനായിട്ട് കൃഷ്ണനും അമ്മയായിട്ട് പ്രകൃതിയുമുണ്ട്. ആഹാരം തരും, ഉടുക്കാനുള്ള തുണി തരും, ആവശ്യത്തിനെല്ലാം കിട്ടും. നമുക്ക് ആകെപ്പാടെ ചെയ്യേണ്ടത് നാമം ജപിക്കുക മാത്രമാണ്. പക്ഷെ നമ്മള് നമ്പർ 1 മഠയന്മാരായതുകൊണ്ട് തന്നെ നമുക്ക് ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻസോ ഭഗവാൻ എത്ര പ്രാവശ്യം വരുന്നോ അതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. നമ്മൾ ഇപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യാണ്. ശ്രീരാമൻ സീതയെ വിട്ടത് ശരിയായില്ല. ശ്രീരാമൻ ശംഭുകൻ എന്നുള്ള അസുരനെ കൊന്നത് അത് ശരിയായില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്തിനാണ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള ആൻസേഴ്സും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ആത്മീയ ഗുരുവിൽ നിന്നാണ്. അതിന് നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾ നമ്മുടെ കയ്യിലും ഉണ്ട്, A.C. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദർ. പുള്ളിക്കാരനെ ചെയ്ത് തന്നതിൽ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ചൈതന്യ ചരിതാമൃതമാണ്. കാരണം വേറെ ഒരു സമ്പ്രദായത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു ഗ്രന്ഥമാണ് ചൈതന്യ ചരിതാമൃതം. ഇത് നമ്മുടെ ഗൗഡീയ വൈഷ്ണവരുടെ സ്വന്തം സ്വത്തും അഹങ്കാരവുമാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം.
അതിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് സനാതന ശിക്ഷ. ഇതിലും ചൈതന്യ മഹാപ്രഭു ഇത്രയും പറഞ്ഞതിന് ശേഷം, ഈ അഭയം പ്രാപിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞതിന് ശേഷം 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാവരും നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഇസ്കോണിൽ വരുമ്പോൾ കേൾക്കുന്നതാണ് തുടക്കത്തിൽ. അതായത് സംബന്ധം, അഭിധേയ, പ്രയോജനം. ഇതിന്റെ ഉറവിടം എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭുവാണ്. ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് അഭിധേയം, സംബന്ധവും അഭിധേയം, പ്രയോജനം എന്ന് പറയുന്നത്. അതായത് ആദ്യമേ ജീവാത്മാവും പരമാത്മാവും അല്ലെങ്കിൽ ഭഗവാനും തമ്മിലുള്ള എന്താണ് സംബന്ധം എന്ന് പറയുന്നത് തന്നെയാണ് സംബന്ധം. നമുക്ക് മലയാളികളായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം മനസ്സിലാവും കാര്യം. അഭിധേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംബന്ധം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഭഗവാൻ നമ്മുടെ ആരാണ്? ദാസനാണോ? ഹരേ കൃഷ്ണ, അതായത് ഉറങ്ങിയോ? എന്താണ് സംബന്ധം? ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള സംബന്ധം എന്താണ്? ആർക്കെങ്കിലും പറയാം? ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു ദണ്ഡവത് പ്രണാം പ്രഭു. ദണ്ഡവത് പ്രഭുജി. സംബന്ധം എന്താണ്? സർവസ്യ ത്യാഗം ഹൃദി സന്നിവിഷ്ടോ മത്താസ്മിജ്ഞാനം. പ്രഭുജി അല്ലേ പ്രഭു? ഹരിബോൾ പ്രഭു എന്താണ് പറഞ്ഞത്? പ്രഭു കേട്ടില്ല, സോറി. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം പ്രഭു. കൃഷ്ണ പ്രഭു എന്താണ് പറഞ്ഞത് പ്രഭു? ഞാൻ കേട്ടില്ല, അതുകൊണ്ട് സോറി. റേഞ്ചിന്റെ എന്തോ പ്രശ്നമുണ്ട് പ്രഭു, പറയുന്ന കേൾക്കുന്നില്ല പ്രഭു. സ്വരൂപ് പ്രഭുജി, ഹരേ കൃഷ്ണ. അല്ല, ഞാൻ കേൾക്കാമോ? ഇപ്പം കേൾക്കാം. സ്വരൂപ് പ്രഭു പറയൂ. ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്, സർവസ്യ ത്യാഗം ഹൃദി സന്നിവിഷ്ടോ മത്താസ്മവിജ്ഞാനം മോഹനം ച വേദൈച്ച സർവൈ രകമേവ വേദ്യോ വേദാന്തകൃത് വേദ വിവേകതാ. ഇത് കേട്ടു. അല്ല, അത് ശരിയാണ് പ്രഭു, കറക്റ്റാണ് പറഞ്ഞത്. പക്ഷെ അപ്പൊ അതിൽ ഇവിടെ സംബന്ധം ജ്ഞാനം എന്താണ് പ്രഭു? ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ഈ കോട്ടിൽ ആയാലും സംബന്ധം ജ്ഞാനം എന്താണ്? പരമാത്മാവിന്റെ ചെറിയ അംശമാണ് നമ്മൾ. അംശം മാത്രമാണോ പ്രഭു? അംശം മാത്രമല്ല, പരമാത്മാവിനെ സേവിക്കാനുള്ളൊരു അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണിത്. അത് നമ്മൾ അംശം മാത്രമല്ല, പരമാത്മാവിന്റെ നിത്യദാസനാണ് എന്നുള്ളതാണ്. അതാണ് സംബന്ധജ്ഞാനം. ആക്ച്വലി നമ്മുടെ ഗൗഡിയ വൈഷ്ണവരെ സംബന്ധിച്ച് ആരെങ്കിലും സംബന്ധജ്ഞാനം ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അംശമാണെന്ന് മാത്രമല്ല, ഭഗവാന്റെ നിത്യദാസനാണ്. അത് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആ വേർഡ് നിത്യ എന്നുള്ളത്. കാരണം ബാക്കി എല്ലാ സമ്പ്രദായങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം മായാവാദി എടുത്താലും അവർ പറയുന്നത് എന്താണ്? ഓക്കെ, നമ്മളും ഭഗവാന്റെ അംശം തന്നെയാണ്, പക്ഷെ ഭഗവാൻ ആവാൻ പറ്റും എന്നുള്ളതാണ്. ആ ഒരു ഇതിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടുള്ളതാണ്. ഭഗവാന്റെ ഏത് രീതിയിലായാലും, മുക്ത രീതിയിലായാലും ബദ്ധ രീതിയിലാണെങ്കിലും ഭഗവാന്റെ ദാസനാണ് നമ്മൾ. അതല്ലാതെ നമുക്ക് വേറെ ഒരു സംബന്ധവും ഭഗവാനുമായിട്ടില്ല. ഭഗവാൻ നാഥനും നമ്മൾ ദാസരുമാണ്, അത്രേ ഉള്ളൂ. ഭഗവാന്റെ ഒരു അംശമാണ് അത്. എക്സ്റ്റേണൽ എനർജി, അതായത് തടസ്സ ശക്തിയാണ്. ഇതെല്ലാം ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അത് ഭഗവാൻ ജീവൻ അല്ലെങ്കിൽ ജീവാത്മാവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവാത്മാവ് ഭഗവാന്റെ ഒരു അംശമാണ്. അതിനെക്കാട്ടിലും ക്ലിയർ ആയിട്ട് പറയണമെങ്കിൽ അംശവും ഒരു നിത്യദാസനാണെന്ന് എന്ന് പറയുന്നത്. ഇതാണ് സംബന്ധം ഞാൻ. അപ്പൊ ഭഗവാനാണ് സേവിക്കപ്പെടേണ്ടത്, നമ്മൾ സേവകരാണ് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ സേവയിൽ ഏർപ്പെടും. അതിനെയാണ് അഭിധേയ എന്ന് പറയുന്നത്. ഇനി അഭിധേയത്തിൽ നിന്നും, അഭിധേയം എന്ന് വെച്ചാൽ പ്രോസസ്സാണ്. എന്താണ് ചെയ്യേണ്ടത്? ദാസൻ നാഥനെ സേവ ചെയ്യണം, സേവയാണ് ചെയ്യേണ്ടത്. ആ സേവ ചെയ്തിട്ട് അതിൽ നിന്നും വരുന്ന റിസൾട്ട്, അതാണ് പ്രയോജനം എന്ന് പറയുന്നത്. ഈ സംബന്ധ ജ്ഞാനവും അഭിധേയ ജ്ഞാനവും പ്രയോജനവുമാണ് നമ്മുടെ ഇസ്കോണിന്റെ ഏറ്റവും ബേസിക് ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത്.
അതിനെ സ്ഥാപിക്കുന്ന രീതിയിൽ വേദശാസ്ത്രങ്ങളിൽ നിന്നും ചൈതന്യമാവ് പല കൊട്ടേഷൻസ് പറയുന്നുണ്ട്. ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്യാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ചൈതന്യ മഹാപ്രഭു ഒരു കഥ പറയുന്നുണ്ട്. ഒരിടത്ത് ഒരു ജ്യോതിഷ്യൻ ഉണ്ടായിരുന്നു. ജ്യോതിഷ്യൻ ഒരു വ്യക്തിയുടെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ വിഷണ്ണനായിട്ടിരിക്കുന്നത്? നിന്റെ അച്ഛന് വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിന്റെ അച്ഛൻ മരിച്ചുപോയെങ്കിലും വളരെ ധനികനായിരുന്നു. പക്ഷെ നീ ഇപ്പം വിഷമിക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടാണെന്ന് അറിയാം. അങ്ങനെ വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിന്റെ അച്ഛൻ പണക്കാരനായതുകൊണ്ട് തന്നെ നല്ലൊരു നിധി വെച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടിയിട്ട്. അദ്ദേഹം അത് നിന്റെ അടുത്ത് പറയാത്തത്, അദ്ദേഹം വെളിയില് വളരെ ദൂരെ നാട്ടിലാണ് മരിച്ചത്. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് പറയാതിരുന്നത്. പക്ഷെ എനിക്കറിയാം, ഞാനത് പറഞ്ഞുതരാം. അപ്പൊ ഈ വ്യക്തിയുടെ പേര് സർവജ്ഞ എന്നായിരുന്നു. സർവജ്ഞ ഭയങ്കര പാവപ്പെട്ട, കാരണം കുറെ കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കടമൊക്കെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് സർവജ്ഞന് വളരെ സന്തുഷ്ടനായി. സർവജ്ഞ എന്ന് വെച്ചാൽ എല്ലാം അറിയുന്നവൻ എന്നാണ് അർത്ഥം. പക്ഷെ അവന് എവിടെ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോഴാണ് ഈ ആസ്ട്രോളജർ വന്ന് ഇങ്ങനെ ജ്യോതിഷ്യം വന്ന് പറഞ്ഞു ഇവിടെയുണ്ട്. എന്നിട്ട് പക്ഷെ എവിടെയാണെന്ന് കറക്റ്റ് ഇപ്പോഴും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആസ്ട്രോളജർ ഇനി എങ്ങനെ കിട്ടണം, ആ എന്താ പറയുക, നിധി ഉണ്ടെന്ന് പറഞ്ഞു, നിധി എവിടെ നിന്ന് എടുക്കണം എന്നുള്ളതിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെയാണ്, അതായത് ഈ സ്ഥലത്ത് നിന്ന് ഈ നിധി ഇരിക്കുകയാണ്, പക്ഷെ ഇവിടെ നിന്ന് സൗത്തിലോട്ട് പോയി കഴിഞ്ഞാൽ, സൗത്തിലോട്ട് നീ കുഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിനക്ക് കടന്നിലും മറ്റേ വെട്ടുകിളികളും മറ്റുള്ള അങ്ങനെയുള്ള കടന്നല് പോലുള്ള വണ്ടുകളും കടന്നലും വണ്ടുകളും പൊങ്ങി വന്ന് നിന്നെ കടിക്കും. നിനക്ക് ഒരിക്കലും ട്രഷർ കിട്ടത്തില്ല. ഇനി വെസ്റ്റേൺ സൈഡിലോട്ട് പോയാൽ അവിടെ ഒരു പ്രേതമുണ്ട്, പ്രേതപിശാചുണ്ട്. അത് വന്ന് നിന്നെ ഡിസ്റ്റർബ് ചെയ്യുകയും നിന്റെ കൈ ഒരിക്കലും ആ നിധിയിലെത്തില്ല. നോർത്തേൺ സൈഡ്, ഉത്തരഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ കറുത്ത നാഗമുണ്ട്. ആ നാഗം നിന്നെ പിടിച്ചു വീഴുന്നു. പിന്നെ നിനക്ക് ഒരിക്കലും ട്രഷർ കിട്ടത്തില്ല. ഈസ്റ്റേൺ സൈഡില് ഒരു ഇച്ചിരി മണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ നിനക്ക് പെട്ടെന്ന് തന്നെ ആ നിധിയിലെ കലശത്തിൽ തൊടാൻ പറ്റും. ഇങ്ങനെ ഒരു മെസ്സേജാണ് ഈ ആസ്ട്രോളജർ പറഞ്ഞത്. അപ്പൊ ഈ സർവജ്ഞ ഇങ്ങനെ കണ്ണുമുണിച്ചിരുന്നു, ഇതെന്താണ് അർത്ഥം എന്നുള്ളത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു തന്നെ ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. ഇത് ആക്ച്വലി കൃഷ്ണൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതായത് നമ്മള് ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ഒരു വ്യക്തി ഫ്രൂട്ടീവ് ആക്ടിവിറ്റിയും സ്പെക്കുലേറ്റീവ്, അതായത് മെന്റൽ സ്പെക്കുലേഷനും കർമ്മയോഗം ഇതെല്ലാം, അതുപോലെ തന്നെ അഷ്ടാംഗ യോഗം ഇതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ശുദ്ധമായിട്ടുള്ള ഭക്തിയുത സേവനം സ്വീകരിക്കണം. അതാണ് കൃഷ്ണന് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്. ഇതിന് ഉദാഹരണമായിട്ട് കൃഷ്ണൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് അഷ്ടാംഗ യോഗത്തിലൂടെ നമുക്ക് സൂര്യൻ ഉദിക്കുന്നതിനെ കൺട്രോൾ ചെയ്യാം, അസ്തമിക്കുന്നതിനെ കൺട്രോൾ ചെയ്യാം. പക്ഷേ ഇതെല്ലാം പഠിച്ചാലും എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇംപേഴ്സണൽ മോഡിസ്, അതായത് നിർവ്യക്തിഗത നിരീശ്വരവാദത്തിലൂടെയും അല്ലെങ്കിൽ നിർവ്യക്തിഗത ജ്ഞാനത്തിലൂടെയും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള മെന്റൽ സ്പെക്കുലേഷൻസ് വഴിയും അല്ലെങ്കിൽ വേദങ്ങൾ തന്നെ ശാസ്ത്രങ്ങളായിട്ട് പഠിച്ചും അല്ലെങ്കിൽ ഓസ്റ്ററിറ്റീസ് ആയിട്ടും അല്ലെങ്കിൽ ചാരിറ്റീസ് ആയിട്ടും ദക്ഷിണ കൊടുക്കുന്നു, ദാനം കൊടുക്കുന്നതായിട്ടും അല്ലെങ്കിൽ സന്യാസം സ്വീകരിക്കുന്നത്, ഇതിലൊന്നിലും തന്നെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. എനിക്ക് ആകെപ്പാടെ കിട്ടുന്നത്, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, എന്നെ ഒരാൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത് ഭഗവത് സേവന, അതായത് ഭക്തിയുടെ സേവനം ചെയ്യുന്നത് വഴി മാത്രമാണെന്ന് കൃഷ്ണൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്ന സാധുക്കളുടെ അടുത്ത് ഞാൻ വളരെയധികം ആകൃഷ്ടനാണെന്ന് കൃഷ്ണൻ വീണ്ടും വീണ്ടും പല ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ ഈസ്റ്റേൺ ഡയറക്ഷനിലുള്ള ഡിസ്റ്റർബൻസ് അല്ല, ഈസ്റ്റേൺ ഡിസ്റ്റർബൻസിൽ നമ്മൾ കുഴിച്ചു കഴിഞ്ഞാൽ ഭക്തി നേരിട്ട് നിധി കൂടാൻ കിട്ടും എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം
ഈസ്റ്റേൺ ഡയറക്ഷൻ എന്ന് പറഞ്ഞത് ഭക്തിയുത സേവനമാണ്. വേറെ ഒരു വഴിയിലും നമുക്ക് കൃഷ്ണന്റെ നിധി, കൃഷ്ണന്റെ പ്രേമം കിട്ടുക സാധ്യമല്ല. നമ്മള് നേരത്തെ പറഞ്ഞു, സൗത്തിൽ പോയി കഴിഞ്ഞാൽ വാസ്പും എന്താ പറയാ, വാസ്പും ഡ്രോൺസും എന്ന് പറഞ്ഞാൽ വണ്ടും, അപ്പൊ ഇവരെല്ലാം നമ്മളെ ഉപദ്രവിക്കുന്നു പറഞ്ഞു. ഇതിനെ എന്താണ് ശാസ്ത്രീയമായിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ, അത് നമ്മള് കർമ്മം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെ, അല്ലെങ്കിൽ പറയാം കർമ്മയോഗം ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാർ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും എന്നാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മം തന്നെ ഉപദ്രവിക്കും. ഇത് എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു നല്ല കർമ്മം ചെയ്യുന്നതിനെ സകർമ്മം എന്ന് പറയും, ഇല്ലേ? തന്നെ കർമ്മം ചെയ്യുന്നതിനെ വികർമ്മം എന്ന് പറയും. വികർമ്മം എല്ലാവർക്കും മനസ്സിലാവും എന്തുകൊണ്ടാണ് ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ളത്. പക്ഷെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തുകൊണ്ട് സകർമ്മം നല്ലതല്ല എന്നുള്ളത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സകാമകർമ്മം അല്ലെങ്കിൽ സകർമ്മം, നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മളെ ഉപദ്രവമാണോ നല്ലതാണോ? നല്ലതാണെങ്കിൽ എന്തുകൊണ്ട്, ചീത്തയാണെങ്കിൽ എന്തുകൊണ്ട്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സഹകർമ്മം ചെയ്യുന്നത് നല്ലതാണെന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് പുണ്യം കിട്ടും. ആ പുണ്യത്തിന്റെ ഫലം അനുസരിച്ച് നമുക്ക് ഉന്നത ഗ്രഹങ്ങളിലേക്ക് പോകും, തിരിച്ച് പിന്നെ ഈ ഭൗതിക ലോകത്തെല്ലാം ജനിക്കും ഒന്നത്. പിന്നെ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് നല്ലത് ചെയ്താലും അല്ലാതെ ചെയ്താലും ഈ ഭൂമിയിൽ കലിയുഗത്തിൽ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം. ഇത് രണ്ടാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഒരാൾ പറയുകയാണെങ്കിൽ എനിക്ക് പുണ്യം ചെയ്തു, അതിന് ഞാൻ സ്വർഗത്തിൽ പോയി അനുഭവിക്കുന്നുണ്ട്, തിരിച്ചു ഭൂമി വന്നതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ച പ്രഭു എന്ത് പറയും? അപ്പം നമ്മളെ ഇങ്ങനെ ഈ ജനനമരണ സർക്കിളിൽ തന്നെ വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും തന്നെ ഇരിക്കത്തുള്ളൂ. ശാശ്വതമായിട്ടുള്ള ഈ ഗോലോധാമത്തേക്ക് പോകണമെന്നുള്ള ചിന്ത, കാഴ്ചപ്പാടുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. എനിക്ക് കുഴപ്പമില്ല പ്രഭു, ഞാനാണ് ആ വ്യക്തി നോക്കിയാ, ഞാൻ തർക്കിക്കുക പ്രഭുവിന്റെ അടുത്ത്. പ്രഭു, എനിക്ക് സ്വർഗത്തിൽ പോകുന്നുണ്ട്, പിന്നെ തിരിച്ച് ഭൂമി വരുന്നുണ്ട്, പിന്നെ എന്താ പ്രശ്നം? എനിക്ക് പിന്നെയും ഭൂമി വന്നു നല്ല കാര്യം ചെയ്യും, പിന്നെയും ഞാൻ പിന്നെയും സ്വർഗത്ത് പോകും, പിന്നെയും വരും തിരിച്ച്. അതിനെന്താ പ്രശ്നം? ഞാൻ നല്ല കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ, ആരെയും ഉപദ്രവിക്കുന്നില്ല. എന്താണ് ഇപ്പൊ പ്രശ്നം? എനിക്ക് കുഴപ്പമില്ല. ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന എന്നെ മരണ ചക്രത്തിൽ 9 മാസം ഞാൻ നിൽക്കണം എന്നല്ലേ ഉള്ളൂ, അത് ഞാൻ സഹിച്ചു. പക്ഷെ 9 മാസം കഴിഞ്ഞിട്ട് ബാക്കി 100 വർഷം എനിക്ക് സുഖിച്ചിരിക്കാലോ. അതിന് ആൻസർ ഇല്ല. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും ഉണ്ടോ ആൻസർ? ഓക്കെ, ഞാൻ തന്നെ ഉത്തരം പറയാം. നമ്മളെ കർമ്മകാണ്ഡ എന്ന് പറയുന്നത് ആക്ച്വലി ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത് ഇരുതല മൂർച്ചയുള്ള വാളാണെന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ ഈ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സ്വർഗത്ത് പോകുന്നു, തിരിച്ചു വരുന്നു, ഭൂമിയിൽ വന്ന് ജീവിക്കുന്നു നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ശരിയാണ്, തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷേ തിരിച്ചു വരുന്ന ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അത് മനസ്സിലാക്കണമെങ്കിൽ വേറെ ആരും ചിന്തിക്കേണ്ട. നമ്മൾ ഇന്നത്തെ ജീവിതത്തിലെ, ഇന്നത്തെ ലോകത്ത് ഏറ്റവും ധനികനായിട്ട്, ഏറ്റവും പ്രശസ്തനായിട്ട്, ഏറ്റവും സുന്ദരവാനായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ശക്തനായിട്ടുള്ള, ഇതൊക്കെയാണല്ലോ നമ്മുടെ ഐശ്വര്യങ്ങൾ എന്ന് പറയുന്നത്. അഷ്ടൈശ്വര്യങ്ങൾ, ഈ 8 ഐശ്വര്യങ്ങൾ ഏറ്റവും കൂടുതലുള്ള ആരാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഉദാഹരണത്തിന് ഏറ്റവും നമ്മളെ പ്രഭുപാദന്റെ സമയത്താണെങ്കിൽ പ്രഭുപാദന്റെ ചോദിക്കുകയും ചെയ്തതാണ് ആൾക്കാർ, വ്യക്തി ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അന്ന് ജീവിച്ചുകൊണ്ടിരുന്നതിൽ ഏറ്റവും ധനികൻ എന്ന് പറയുന്നത് ക്യൂൻ എലിസബത്ത് ആയിരുന്നു. കാരണം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു, അവരായിരുന്നു ഏറ്റവും വലിയ ധനിക. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രഭുപാദന്റെ അടുത്ത് ആൾക്കാർ ചോദിച്ചു, എന്താ ഈ ബ്രിട്ടീഷ് റാണിക്ക് ഇത്രയും ധനം കിട്ടാൻ അവരെന്ത് കർമ്മം ചെയ്തതാണ്? പ്രഭുപാദർ പറഞ്ഞത്, അവര് സകർമ്മം ചെയ്തിട്ടുണ്ട്, നല്ല കർമ്മം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവര് ബ്രിട്ടീഷ് രാജ്ഞിയായി ഇപ്പം ലോകത്തിലെ ഏറ്റവും ധനികയായിട്ടിരിക്കുന്നു. അപ്പൊ ഉടനെ തന്നെ വ്യക്തി ചോദിച്ചു, പക്ഷെ ഇവര് ഇപ്പം നോൺ വെജ് കഴിക്കുന്നുണ്ട്, ഇലിസിറ്റ് സെക്സ് ചെയ്യുന്നുണ്ട്, ഗാംബ്ലിംഗ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്, അവർക്ക് അത് തെറ്റാണെന്ന് പോലും അറിയത്തില്ല. അപ്പൊ ഇതിന്റെ ഇത്രയും ധനം ഉണ്ടായിട്ട് അവർ തെറ്റ് ചെയ്യുമ്പം എന്തായിരിക്കും അവരുടെ റിസൾട്ട്? അപ്പൊ പ്രഭുപാദർ പറഞ്ഞു, അത് നമ്മളിപ്പം കിട്ടിയതിന്റെ പുണ്യം നമുക്ക് ധനം കിട്ടി. ധനം കിട്ടുമ്പോൾ
നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുന്നു. ധനം കിട്ടുന്ന ആൾക്കാർക്ക് സ്പിരിച്വൽ നോളജ് കിട്ടണം എന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ധനം കൊണ്ട് അവർ പല തെറ്റുകളും ചെയ്യും. നമുക്കെല്ലാം അറിയാവുന്ന അപ്പൊ ഏത് സിനിമയിലായാലും നമ്മൾ വില്ലൻ നല്ല പണക്കാരനായിരിക്കും. പണമുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വേദന അയാൾക്ക് നോക്കുന്നതേ ഇല്ല. ഇതൊരു പണക്കാരുടെ ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് എന്ത് പറ്റും, അവരടുത്ത ജന്മം വീണ്ടും സുകൃതം ചെയ്താലും ധനം കാരണം പല ദുഷ്കർമ്മങ്ങൾ ചെയ്യും. ഞാനിപ്പോ അതിന്റെ എക്സ്പ്ലനേഷനിലോട്ട് പോകുന്നില്ല, സമയമില്ലാത്തതാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പല ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ റിസൾട്ടായിട്ട് നമ്മളെ തന്നെ അധോലോകങ്ങളിലോട്ട്, അതായത് നരക തുല്യമായിട്ടുള്ള അധോലോകങ്ങളിലോട്ട് നമ്മളെ തള്ളിവിടും. അധോലോകം എന്ന് പറഞ്ഞാൽ സിനിമയിലെ അധോലോകമല്ല, ഭൂമിക്ക് താഴെയുള്ള 7 ലോകങ്ങളിലോട്ട്, ഉപരിനിലത്തിനും താഴെയുള്ള ലോകങ്ങളിലോട്ട് നമ്മൾ തന്നെ തള്ളിയിടുന്നു. അതിന് റീസൺ ആയിട്ട് വന്നത് നമ്മൾ നേരത്തെ ചെയ്ത സകർമ്മമാണ്. അങ്ങനെയാണ് സകർമ്മം നമ്മളെ തന്നെ ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സിസ്റ്റത്തില് കൃഷ്ണൻ വെച്ചേക്കുന്ന ഒരു ആപ്പാണ് ആക്ച്വലി. ഇത് ഒരു വ്യക്തി മനസ്സിലാക്കുമ്പോഴാണ് ഒരു സകർമ്മം ചെയ്താലും നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മളെ തന്നെ അഹങ്കാരത്താൽ നരകങ്ങളിലോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കുകയും ഒടുവിൽ അതിൽ നിന്ന് മുക്തനായി നമുക്ക് ഭക്തിയുടെ സേവനത്തിലോട്ട് പോവുകയും ചെയ്യും. ഈ കർമ്മകാണ്ഡ പ്രോസസ്സിനെയാണ് സൗത്തേൺ സൈഡിലുള്ള ഡ്രോൺ അല്ലെങ്കിൽ വണ്ടുകളും അല്ലെങ്കിൽ തേളും എന്ന് ആ ആസ്ട്രോളജർ എക്സ്പ്ലെയിൻ ചെയ്തത്. സ്പെക്യുലേറ്റീവ് ജ്ഞാനകാണ്ഡത്തില് ഭഗവാനെ ജ്ഞാനത്തിലൂടെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാര് അവരെ ഒരു ഗോസ്റ്റ് ആണ് നേരിടുന്നത്. അവരെന്ത് പറ്റും? സ്പെക്യുലേറ്റീവ് പ്രോഗ്രസ് എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള സങ്കല്പങ്ങളാണ്. അതിൽ നിന്നും മാനസിക നില തന്നെ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത് അവസാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ മാനസികമായിട്ട് ചിന്തിച്ച് കാടി കയറി അങ്ങ് പോകും. കാരണം മനസ്സിന് ഒരു നിയന്ത്രണവും ഇല്ലാത്തതാണ്. അതിനെയാണ് മെന്റൽ സ്പെക്കുലേഷനെയാണ്, ജ്ഞാനകാണ്ഡത്തെയാണ് ഇവിടെ ഗോസ്റ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ ബ്ലാക്ക് സ്നേഹിക്ക് നോർത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അഷ്ടാംഗ യോഗം നമുക്ക് ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ് നോർത്ത് സൈഡ്. അവരുടെ ഒരു കാല സർപ്പം വന്ന് വിഴുങ്ങുന്ന പറയുന്നത്. അത് കൈവല്യ ജ്ഞാനം എന്ന് പറയും. അതായത് ഭഗവാന്റെ അടുത്ത് ഭഗവാന് ശരീരം ഇല്ലെന്നും ഭഗവാന് നിരീശ്വരനാണെന്നും നിരീശ്വരവാദി ആകാരനാണെന്നുള്ള അറിവും ഇങ്ങനെയുള്ള പരബ്രഹ്മത്തിലുള്ള അറിവ്, അത് അതിനെയാണ് കാളസർപ്പം എന്ന് പറയുന്നത്. ഈസ്റ്റിൽ മാത്രമേ ഉള്ളൂ ഭക്തിയോഗം. അതിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നിധിയെ തൊടാനും പറ്റും. നിധി എന്ന് പറയുന്നത് ഇവിടെ ഭഗവാന്റെ മെർസിയാണ്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് ഇതുവഴി, ഈ ഒരു കഥ വഴി ചൈതന്യമാവ് പറയുന്നത് എല്ലാ വേദശാസ്ത്ര ഗ്രന്ഥങ്ങളുടെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഭക്തിയുത സേവനം മാത്രമാണ്. പ്രഭുജി നേരത്തെ പറഞ്ഞ കോട്ട്, അതായത് ഭഗവത്ഗീത 15:15 വേദേശ സർവൈർ അഹമേവ വേദ്യ. വേദങ്ങളിൽ വെച്ച് എന്താണ് അറിയേണ്ടത്? അതിന്റെ മന്ത്രങ്ങളല്ല. അത് മന്ത്രങ്ങൾ കാണാതെ പഠിച്ചാൽ നമുക്ക് പണ്ഡിതനാവാം, ബ്രാഹ്മണനാവാം. പക്ഷേ വൈഷ്ണവനാവണമെങ്കിൽ വേദങ്ങളിൽ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കേണ്ടത് കൃഷ്ണനെ ആയിരിക്കണം. വേദേശ്ച സർവൈർ അഹമേവ വേദ്യോ, ഞാൻ മാത്രമേ ഉള്ളൂ അറിയേണ്ടത് വേദങ്ങളിൽ നിന്നും എന്ന് മനസ്സിലാക്കുക. ഇതാണ് കൃഷ്ണൻ പറയുക. അപ്പൊ കൃഷ്ണൻ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? കർമ്മകാണ്ഡത്തിൽ പറ്റത്തില്ല, ജ്ഞാനകാണ്ഡത്തിൽ പറ്റത്തില്ല, അഷ്ടാംഗയോഗത്തിൽ പറ്റില്ല. പകരം ഭക്തിയുത സേവനത്തിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഭക്തിയുത സേവനം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ഒരു ഭക്തന്റെ ആശ്രയത്തിൽ മാത്രം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഗുരുവിന്റെ അടിയിൽ നമ്മൾ ആ ഗുരുവിനെ സേവ ചെയ്ത് പരിപ്രശ്നേന സേവ ചെയ്യാൻ നമ്മൾ കൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഭക്തി സഞ്ചായതേ ഭക്തി എന്നാണ്. അല്ലാതെ വേറെ ഒരു രീതിയിലും ഭക്തി ഉണ്ടാവുകയില്ല. നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം എല്ലാവർക്കും മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി ആരെങ്കിലും ഇങ്ങനെ സകർമ്മം ചെയ്താൽ കൊള്ളാം എന്ന് ചോദിച്ചാൽ പറയാനുള്ള പോയിന്റ്സ് കിട്ടിയില്ലേ?
ഹരേ കൃഷ്ണ. യെസ് പ്രഭു. പ്രഭു ഹരേഷ് കേൾക്കാവോ പ്രഭു? ആ ഞാൻ കേൾക്കാം പുറത്തേക്ക്. കേൾക്കാം. വെരി നൈസ് എക്സ്പ്ലനേഷൻ പ്രഭു. വെരി നൈസ് ക്ലാസ്. ഹരേ വെരി കൃഷ്ണ. എൻജോയ്. ഹരേഷ് ഹരേ കൃഷ്ണ. ഞാൻ ഇന്ന് എനിക്കൊരു 5-10 മിനിറ്റ് നേരത്തെ നിർത്തണം, കാരണം എനിക്ക് 11:30 വേറൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട്